ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അബ്ബ എന്ന് ഈശോ സ്നേഹപൂർവ്വം വിളിക്കുന്ന സ്വർഗസ്ഥനായ പിതാവിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുക എന്നതാണ് ഈശോയുടെ ജീവിത നിയോഗം. മൂന്നാമത്തെ സുവിശേഷത്തിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്ന 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങളാണ് കൈത്താക്കാലം 2-ാം ഞായറാഴ്ച നാം ധ്യാനപൂർവ്വം ചിന്തിക്കുന്നത്. സുവിശേഷത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഉപമകളിലൊന്നും ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രം കാണുന്നതുമായ ധൂർത്തപുത്രൻ്റെ കഥയാണ് ഇത്. സ്നേഹം ധൂർത്തടിക്കുന്ന ഒരു പിതാവും സ്വത്ത് ധൂർത്തടിച്ചു കളയുന്ന ഇളയ മകനും ധൂർത്തടിക്കാൻ ഒന്നും നൽകിയില്ലെന്ന് പരാതിപ്പെടുന്ന മൂത്ത മകനുമാണ് ഈ ഉപമയിലെ കഥാപാത്രങ്ങൾ. ദൈവം എന്ന അപ്പന് മക്കളെ എത്രമാത്രം സ്നേഹിക്കാനാവും എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഈ ഉപമ നൽകുന്നുണ്ട്. ഇളയ മകനും അപ്പനും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിലുകൾ ഉണ്ടാവുകയാണ്. അപ്പൻ്റെ കൂടെ ജീവിക്കുമ്പോൾ താൻ സ്വതന്ത്രനല്ല എന്ന ചിന്ത സ്വത്തിൽ തൻ്റെ ഓഹരി ചോദിക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നു. സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയാകുമ്പോൾ മാത്രമാണ് അപ്പൻ അന്നുവരെ തൻ്റെ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങ് ഇട്ടിരിക്കുകയായിരുന്നു എന്ന് മക്കൾക്ക് തോന്നി തുടങ്ങുന്നത്. അപ്പനാകട്ടെ മകൻ്റെ സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ച് സ്വത്ത് വീതം വെച്ച് നൽകുന്നു. അപ്പനായ ദൈവം മക്കളായി നമ്മുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്നുണ്ട്. ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ പറയുന്നു, തന്നിൽ വിശ്വസിക്കാൻ ദൈവം നമ്മെ നിർബന്ധിക്കുന്നില്ല, മറിച്ച് മനുഷ്യാവതാരം ചെയ്ത തൻ്റെ പുത്രനിലൂടെ അവൻ്റെ സത്യത്തിലും നന്മയിലും അവിടുന്ന് നമ്മെ നിരന്തരം തന്നിലേക്ക് ആകർഷിക്കുന്നു. കാരണം സ്നേഹം എപ്പോഴും സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നു. ഇളയവൻ എല്ലാം ശേഖരിച്ച് ദൂരദേശത്തേക്ക് പോവുകയാണ്. ദൂരദേശം പിതാവിൽ നിന്നും ഒരു മകന് എത്ര അകലാമോ അത്രയും ദൂരമെന്ന് സൂചിപ്പിക്കുന്നു. അപ്പൻ്റെ തോളിലിരുന്ന് ലോകം ചുറ്റിയിരുന്ന മകൻ ഒറ്റയ്ക്കിറങ്ങുമ്പോൾ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതിൽ പിശക് വന്നുകൂടുന്നു. സമ്പന്നനായ അപ്പൻ്റെ മകൻ ദരിദ്രനായി തീരുന്ന ആ നിമിഷം തന്നെ ദേശത്തൊരു വലിയ ക്ഷാമം പൊട്ടിപ്പുറപ്പെടുകയാണ്. പിതാവിൻ്റെ ഭവനത്തിൽ പുത്രനായി കഴിഞ്ഞിരുന്നവന് ദൂരദേശത്ത് ഒരു പന്നിയുടെ വില പോലും കിട്ടുന്നില്ല. അപ്പൻ്റെ കൂടെയുള്ള സേവകർ പോലും എത്ര നന്നായി ഭക്ഷിക്കുന്നു എന്ന ചിന്ത മകന് തിരിച്ചറിവ് നൽകുകയാണ്. അതാണ് മടങ്ങി വരാൻ അവനെ പ്രേരിപ്പിക്കുന്നത്. ഭാഗ്യസ്മരണാർഹനായ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു സാങ്കല്പിക കഥ കൂടി ചേർത്ത് വെച്ച് ഈ സുവിശേഷത്തെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ധൂർത്തപുത്രൻ മടങ്ങി വരാൻ തീരുമാനിക്കുന്നു. എന്നാൽ അവൻ്റെ ധൈര്യം ചോർന്ന് പോവുകയാണ്. തൻ്റെ സ്നേഹിതനോട് ദുഃഖം പങ്കുവെച്ചുകൊണ്ട് അവൻ ഇപ്രകാരം പറയുന്നു: പിതാവ് എന്നെ സ്വീകരിക്കാതിരിക്കുമോ എന്നും അദ്ദേഹം എന്നോട് ക്ഷമിക്കാതിരിക്കുമോ എന്നും ഞാൻ ഭയപ്പെടുന്നു. സുഹൃത്ത് അവൻ ഒരു ഉപായം പറഞ്ഞു കൊടുക്കുന്നു. നീ അപ്പന് ഒരു കത്തെഴുതി പറയുക, അപ്പ ഞാൻ ആത്മാർത്ഥമായി മനസ്തപിക്കുന്നു, വീട്ടിലേക്ക് മടങ്ങി വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ മടങ്ങി വന്നാൽ അപ്പന് അത് ഇഷ്ടമാകുമോ എന്നെനിക്ക് അറിയില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാമോ? ഞാൻ മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുൻവശത്തെ ആ ജനലിൽ ഒരു ചെറിയ വെള്ളത്തുവാല തൂക്കിയിടണം. കത്ത് എഴുതി അയച്ച് അവൻ യാത്ര ആരംഭിക്കുന്നു. വീടിനടുത്ത് എത്തിയപ്പോൾ അവൻ കണ്ട കാഴ്ച എന്താണെന്നോ? ഒരു തുവാലയല്ല, അനേകം വെള്ളത്തുവാലകളാൽ വീട് മുഴുവൻ അലങ്കൃതമായിരിക്കുന്നു. മരിച്ചെന്നു കരുതിയവൻ ജീവനോടെ തിരിച്ചെത്തിയപ്പോൾ 4 ഇനം പ്രവർത്തികൾ ഉദാരപൂർവം ചെയ്ത് പിതാവ് സ്നേഹം ധൂർത്തടിക്കുകയാണ്. 1. മടങ്ങി വരുന്ന പുത്രനെ ദൂരെ വെച്ചു തന്നെ പിതാവ് തിരിച്ചറിയുന്നു. വീട് വിട്ടിറങ്ങിയ അന്നു മുതൽ മകനു വേണ്ടി ഈ പിതാവ് കാത്തിരിക്കുകയായിരുന്നു എന്നാണ് ഇതിനർത്ഥം. 2. മകൻ്റെ അടുത്തെത്തുമ്പോൾ അപ്പൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിക്കുന്നു. കളിയാക്കലുകളും കാരണം ചോദിക്കലുകളും കുറ്റപ്പെടുത്തലുകളും ഇല്ല. സ്നേഹത്തിൻ്റെ ഊഷ്മളമായ ബാഹ്യ പ്രകടനങ്ങൾ കാട്ടാൻ ഈ അപ്പൻ ഒരു മടിയും കാണിക്കുന്നുമില്ല. 3. മകനെ അപ്പൻ മേൽത്തരം വസ്ത്രവും ചെരുപ്പും മോതിരവും അണിയിക്കുന്നു. നഷ്ടപ്പെട്ടുപോയ പുത്രസ്ഥാനം അതിൻ്റെ എല്ലാവിധ ബഹുമതികളോടെയും കൂടെ തിരിച്ചു നൽകുന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. 4. കൊഴുത്ത കാളക്കുട്ടിയെ കൊല്ലാൻ സേവകരോട് കൽപ്പിക്കുന്നു. അസാധാരണ ആഘോഷമായ വിരുന്നിൽ മാത്രം ഉപയോഗിക്കാനായി വളർത്തിക്കൊണ്ടുവന്ന മെഴുത്ത ഒരു കാളക്കുട്ടി. മകൻ്റെ ബഹുമാനാർത്ഥം ഒരുക്കുന്ന സദ്യയുടെ പ്രധാന വിഭവമാക്കി അത് വയ്ക്കാൻ പിതാവ് തീരുമാനിക്കുന്നു. ഞാൻ അവന് പിതാവും അവനെനിക്ക് പുത്രനും ആയിരിക്കും. അവനിൽ നിന്ന് എൻ്റെ സ്ഥിര സ്നേഹം ഞാൻ പിൻവലിക്കുകയില്ല.
2 സാമുവേൽ 7-ാം അധ്യായം 14-15 തിരുവചനങ്ങൾ. പിതാവിൻ്റെ അതിരറ്റ സ്നേഹത്തോടുള്ള 2 പ്രതികരണങ്ങൾ കൂടി സുവിശേഷം വരച്ച് കാട്ടുന്നുണ്ട്. ഇളയവൻ്റെ പ്രതികരണമാണ് ആദ്യത്തേത്. ജീവിത വഴികളിൽ ഇടർച്ച സംഭവിച്ചു പോയ എല്ലാവരുടെയും പ്രതിനിധിയാണ് അവൻ. ഈശോയുടെ കാലത്തെ ചുങ്കക്കാരും പാപികളും ധൂർത്തപുത്രനിൽ തങ്ങളെ തന്നെ കണ്ടെത്തുന്നു. പിതാവിൻ്റെ ദാസനാകാൻ താൻ ഒരുക്കമല്ല എന്നതായിരുന്നു പുറപ്പെട്ടിറങ്ങുമ്പോൾ ഇളയവൻ്റെ വിപ്ലവ മന്ത്രം. എന്നാൽ പിന്നീട് ദാസനായെങ്കിലും എന്നെ പരിഗണിക്കണമെന്ന് അവൻ പിഴ ചൊല്ലുന്നു. പിതാവാകട്ടെ നഷ്ടപ്പെടുത്തിയ പുത്രസ്ഥാനം അവന് തിരികെ നൽകുന്നു. അക്കാലത്തെ ഫരിസേയരുടെയും നിയമജ്ഞരുടെയും പ്രതിനിധിയായ മൂത്തപുത്രൻ്റെ പ്രതികരണമാണ് രണ്ടാമത്തേത്. അന്നും ഇന്നും എന്നും പിതാവിൻ്റെ ദാസനാണ് താൻ എന്ന് കരുതുന്നവൻ, ഒരിക്കലും കൽപ്പന ലംഘിക്കാത്തതിനാൽ പിതാവ് തന്നോട് കടപ്പെട്ടവനാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നവൻ. അതുകൊണ്ട് ഒരിക്കൽ പോലും പുത്രസ്ഥാനത്തിൻ്റെ മഹിമ തിരിച്ചറിയാൻ അവന് കഴിയുന്നില്ല. ശോഭ കെട്ടുപോയ എല്ലാ പിതൃപുത്ര ബന്ധങ്ങളെയും ജ്വലിപ്പിച്ചെടുക്കാൻ തിരുവചനം നമ്മെ ക്ഷണിക്കുന്നു. വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഇടം നൽകാത്തതാണ് അടിസ്ഥാനപരമായി എല്ലാ ബന്ധങ്ങളുടെയും ഉലച്ചിലിന് കാരണം. ഭാര്യയുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്ന ഭർത്താവും ഭർത്താവിൻ്റെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്ന ഭാര്യയും മക്കളുടെ മേൽ അനാവശ്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താത്ത മാതാപിതാക്കളും കുടുംബ ബന്ധങ്ങൾ സുദൃഢമായി തന്നെ കാത്തുസൂക്ഷിക്കും. വീഴ്ചകൾ സംഭവിച്ചു പോയെങ്കിൽ മാപ്പ് ചോദിക്കാനുള്ള കരുത്താണ് ആദ്യം നേടേണ്ടത്. അപ്പനെ ബഹുമാനിക്കാത്ത മകനും മകനെ അംഗീകരിക്കാത്ത അപ്പനും ഒരിക്കലും ഹൃദയ സന്തോഷവും സമാധാനവും അനുഭവിക്കില്ല. പൗലോസ്ലീഹായുടെ വാക്കുകൾ കടമെടുത്ത് വചനവിചിന്തനം അവസാനിപ്പിക്കാം. മക്കളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ. നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. പിതാക്കന്മാരെ, നിങ്ങൾ മക്കളിൽ കോപം ഉളവാക്കരുത്. അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ.